ആ നേരത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് പകരം തമ്മിൽ കൈയും കാലും ഒടിച്ചു കഴിഞ്ഞാൽ കൊതുകുകളുടെ എണ്ണം പെരുകും. കൊതുവിനെ അറിഞ്ഞുകൂടാ. ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ള വഴക്കാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷവും ഭരണകക്ഷിയായിട്ടുള്ള അടി, അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഞാൻ നൽകുകയാണ്. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ നഗരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഇനിയൊരു മഴ വന്നാൽ ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടില്ല. അന്ന് ആരോഗ്യവകുപ്പിനെയാണ് എല്ലാവരും കുറ്റം പറയുക. ഞാൻ മുൻകൂട്ടി ഞാൻ നൽകുന്നു, ഇപ്പോൾ പകർച്ചവ്യാധികൾ ഒരുമാതിരി കൺട്രോൾഡാണ്. അപ്പോൾ അധികം ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, മരണം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് വളരെ അധ്വാനമായിരുന്നു ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച്, മറ്റെല്ലാ വകുപ്പുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ നേരത്ത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് പകരം തമ്മിൽ കൈയും കാലും ഒടിച്ചു കഴിഞ്ഞാൽ കൊതുകുകളുടെ എണ്ണം പെരുകും. കൊതുവിനെ അറിഞ്ഞുകൂടാ. ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിട്ടുള്ള വഴക്കാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാൻ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. നഗരസഭ ഇക്കാര്യത്തിൽ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച് ശക്തമായിട്ട് നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ പകർച്ചപ്പനിയുടെ ഒരു ജില്ലയായിട്ട് തിരുവനന്തപുരം ജില്ല മാറും. ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇവരുടെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് അവർ തീരുമാനിച്ചോട്ടെ. പക്ഷേ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്ന ആരാ? ഈ നഗരത്തിലെ ജനങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് മാലിന്യം നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി നഗരസഭ കാര്യത്തിൽ മുൻകൈ എടുക്കണം. ഏതാ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് വെറുതെ തമ്മിൽ പിരിയരുത്. അന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നഗരസഭയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നഗരസഭ സ്തംഭിക്കാൻ പാടില്ല. കത്ത് നൽകുന്നത് SIT തങ്ങൾ കത്ത് നൽകിയിരുന്നു ഒരു മെമ്പർക്കെതിരെ. ആ മെമ്പർ പറയുന്നത് മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിലൊരു കത്ത് നൽകുന്നതിലേക്ക് മന്ത്രി കടന്നതെന്നാണ്. അല്ല, വേറൊരു കത്തും കൂടെ ഞാൻ നൽകിയിട്ടുണ്ട്. അതായത് ഇന്നലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച മേൽശാന്തി നിയമനത്തിൻ്റെ അതിനെക്കുറിച്ചൊരു പരാതി എനിക്കും കിട്ടിയിട്ട് ഔദ്യോഗികമായിട്ട്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഞാൻ ഇന്നലെ കത്ത് കൊടുത്തിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞത്, ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. ഇന്നലെയാണ് ഞാൻ കത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കൈമാറിയത്. അതിനെക്കുറിച്ച് ഇപ്പോഴാലോചിച്ചിട്ടില്ല. അതൊക്കെ എന്താ പറയേണ്ട, അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പറ്റും. പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ഒതുക്കണം. അതായത് UDF ചർച്ച ചെയ്യുന്ന പറയുമ്പോൾ സുധീറിനെ പോലുള്ള ഒരു നേതാവ് പരസ്യ പ്രതികരണം നടത്തുന്നത് ശരിയാണോ? അതൊക്കെ അത് തീരുമാനിക്കേണ്ട KPCC ആണ്, ഞാനല്ല. DHS DHSന്റെ ഞാൻ ഇന്നലെ പറഞ്ഞാൽ ആരംഭിച്ചു കഴിഞ്ഞു.